ഹലോ, ഇന്ന് ഞങ്ങളുടെ മാളുട്ടിയുടെ പിറന്നാളാണ്. അപ്പൊ ഞങ്ങളൊരു കുഞ്ഞ് സദ്യ തയ്യാറാക്കി മാളുട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇന്ന് കൾച്ചറൽ മീറ്റ് ആയതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. അവള് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ പോയി വരുന്ന സമയം കൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് സദ്യ തയ്യാറാക്കി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, മാളുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ. ശിവക്കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഞങ്ങള് പായസവും നേരത്തെ തന്നെ തയ്യാറാക്കി. പാലട പായസമാണ്, നല്ല ക്രീം കളറിലുള്ള പായസമായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ ഇരിക്കുകയാണ്. മാളൂട്ടീനെ കട്ട വെയിറ്റിംഗ് ആണ് ഞങ്ങൾ എല്ലാവരും. നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. മാളൂട്ടി വന്ന ശേഷം ഞങ്ങള് ഇലയില് സദ്യയൊക്കെ വിളമ്പി. അപ്പൊ ഞങ്ങള് വിളക്കൊക്കെ വെച്ച് സ്വാമിക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ചടങ്ങുണ്ട്, അതൊക്കെ ചെയ്തു. അവള് ഉണ്ണാൻ തുടങ്ങിയ ശേഷം എല്ലാവരും ഉണ്ണാൻ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവള് വന്നിട്ട് അതൊക്കെ കഴിഞ്ഞു. അതായത് ശിവക്കുട്ടിയുടെ ഇലയാണ്. ശിവക്കുട്ടിക്ക് അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണം കേട്ടോ. എരിവ് ഒരുപാട് കൂട്ടുന്ന ആളാണ്. ഇത് അമ്മയുടെ ഇലയാണ്, അമ്മ ഇരിക്കാൻ പോണേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ സൂര്യക്കുട്ടൻ്റെ ഇലയാണ്. ഇതിൽ കാര്യമായിട്ട് എരിവുള്ള ഒന്നും കാണില്ല. കുറച്ച് തൈര്, പപ്പടം, ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എരിവൊട്ടും പറ്റാത്ത ആളാണ്. ശിവ അവിടെ ഇരുന്ന് വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മാളുട്ടി ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്കും അയ്യോ എന്നെ കാണിക്കരുതേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ഒരാൾ ഊണ് കഴിക്കണില്ല പറഞ്ഞ് മാറിയിരിക്കുന്നു. അപ്പൊ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. അപ്പൊ അതില് ഊണ് വിളമ്പാൻ പോണേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിതാ സന്തോഷമായിട്ട് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോ കേക്ക് എപ്പോ വരും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേക്ക് വന്നപ്പോഴേക്ക് വൈകുന്നേരമായി കേട്ടോ. അപ്പൊ വൈകുന്നേരമായപ്പോ കേക്കൊക്കെ വന്നു. കേക്കൊക്കെ മുറിച്ച് മാളുട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചു. ബൈ.